ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അവിടെയൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ? ഇവിടെ രാവിലെ നല്ല മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയൊക്കെ ആയി. അപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊരുപാട് ഡേറ്റുകളും ഒരുപാട് ആർട്ടിക്കിൾസും അങ്ങനെ ഒരുപാട് വർഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുവെ ടഫായിട്ടുള്ള ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെയിൻസിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു PSCയുടെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും സുപ്രധാന നിയമങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ അടുത്തായിട്ട് LDC എക്സാമിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വർഷങ്ങളും അതുപോലെ തന്നെ അംഗസംഖ്യ അങ്ങനെയൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ LDC എക്സാം നമുക്ക് എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങൾ പഠിക്കാതെ പോകുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് നല്ലൊരു ഉയർന്ന മാർക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജോലി കിട്ടത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം പോലും ഒഴിവാക്കാതെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ. അപ്പോൾ അതിൽ സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് നിയമം, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണെങ്കിൽ കൂടിയും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തീരെ ഒന്നും നോക്കാത്തവരാണെങ്കിൽ പോലും ഇതെങ്കിലും നോക്കിയിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ പെട്ടതാണ് മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻസ്, ഗാർഹിക പീഡന നിരോധന നിയമം, പിന്നെന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇതൊന്നും ഒരിക്കലും നമ്മൾ പോക്സോനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ LDC എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചൊരു ഭാഗമാണ് പോക്സോ അല്ലേ. അപ്പോൾ എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ ചോദിച്ചത് പട്ടികജാതി പട്ടികവർഗം, അതും പിന്നെ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ചുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് കോഴിക്കോട് ജില്ലയിൽ. ബാക്കിയെല്ലാം പോക്സോന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വീതെങ്കിലും വന്നിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് എന്തായാലും പോയിരിക്കണം. അപ്പോൾ ഇതിൽ തന്നെ മെയിനായിട്ടും പഠിച്ചിട്ട് നമുക്ക് തലയിൽ കയറാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് അംഗസംഖ്യ, അതുപോലെ തന്നെ അവരുടെ കാലാവധി, രാജിക്കത്ത് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരാണ്, നീക്കം ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞാൻ LDC എക്സാമിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. എന്നാൽ പോലും എനിക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് റിവിഷൻ നടത്താനോ ഒന്നും ആ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയാൽ തന്നെ ആ ഒരു ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു എക്സാം എഴുതാൻ പോയത്. അതുകൊണ്ട് തന്നെ ഉള്ളതും കൂടി തെറ്റിച്ചൊരവസ്ഥയാണ്. അപ്പോൾ അടുത്ത എക്സാം നമുക്ക് വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം ഉണ്ടല്ലേ. 10th പ്രിലിംസിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ വീണ്ടും ഒരു പുതിയ നോട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ട് റിവിഷന് വേണ്ടി മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം അതിൽ എഴുതിയിട്ട് പുതിയൊരു നോട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ 5 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് വരുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ വരുന്നുണ്ട്, ഗാർഹിക പീഡനം, കുട്ടികളുടെ ബാലാവകാശ കമ്മീഷനുണ്ട്, പോക്സോ വരുന്നുണ്ട്, പിന്നെന്താണ് SSC ST കമ്മീഷൻസ്, ന്യൂനപക്ഷം, പിന്നോക്കവർഗ കമ്മീഷൻ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം വരുന്നുണ്ട്, ഉപഭോക്തൃ സംരക്ഷണങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് നോട്ടാക്കിയിട്ട് എഴുതി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യാവകാശ നിയമമാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട് അല്ലേ. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അതിനകത്ത് വരുന്ന രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ നമുക്കറിയാം 1992 ഒക്ടോബർ 12 അതൊരു കോളത്തിൽ എഴുതും. തൊട്ടപ്പുറത്ത് തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇയർ എഴുതും, അതായത് 1998 ഡിസംബർ 11. പിന്നെ ദേശീയ കമ്മീഷനകത്താണെങ്കിൽ എത്ര അംഗസംഖ്യയുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്ത് വരുമ്പോൾ അതിലെത്ര അംഗസംഖ്യയുണ്ട് അല്ലെ, അതിൻ്റെ കാലാവധി, അങ്ങനെ രണ്ടും കമ്പയർ ചെയ്യുന്ന രീതിയിൽ ആണ് ഇപ്പം ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മളത് മറക്കില്ല കേട്ടോ. പിന്നെ എല്ലാ വീക്കിലും നമ്മൾ ഈ ഒരു നോട്ട് മാത്രം റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതിയാകും. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് തലയിലോട്ട് കയറും കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അപ്പം ഞാൻ
ഇപ്പോൾ LDCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് 2 ക്വസ്റ്റ്യൻ വന്നത്. 2 ക്വസ്റ്റ്യൻ എൻ്റെ ഈ ഷോർട്ട് നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു നോട്ട് ഉണ്ടാക്കി നല്ല രീതിയിലൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ 2 മാർക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അത് ചെയ്തില്ല. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇതുപോലെ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അവസാന നിമിഷം നമ്മളിപ്പോൾ സുപ്രധാന നിയമങ്ങളെടുത്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വായിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് നോട്ട് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. അവസാന നിമിഷം നമ്മൾ എക്സാം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നോക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്കിതൊന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഓർമ്മ നമുക്ക് എക്സാം ഹാളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.